ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജീസ് ടെക് സെൻ്ററിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റിൽ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ലോഗോ ഡിസൈനർ എന്ന് പറയുന്ന സർവീസ്. നിങ്ങൾക്കിപ്പോൾ ഒരു $25 ഒരു വർക്ക് കിട്ടി. ഒരു ക്ലയൻറ്റ് നിങ്ങൾക്ക് വർക്ക് തന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ നമ്മൾ തന്നെ ആ വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും. പക്ഷേ ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഫൈവറിൽ നിന്ന് നിങ്ങൾക്കൊരു $25 വർക്ക് കിട്ടി. നിങ്ങൾ മറ്റൊരു വെബ്സൈറ്റിൽ വേറൊരാളെ കൊണ്ട് ആ ജോബ് ചെയ്തിട്ട് ഈ ഫൈവറിലെ ക്ലയൻറ്റിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വർക്ക് $25 ആയിരിക്കും. നിങ്ങൾ പക്ഷേ മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് $5 അപ്പോൾ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് $20 ആയിരിക്കും. അതിൽ കമ്മീഷൻ പോകും, 10-20% കമ്മീഷൻ പോകും. എന്നാലും ആ ഒരു മാർജിനാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. സോ അതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളല്ല വർക്ക് ചെയ്യുന്നത്, മറ്റുള്ള ഒരാളെ കൊണ്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഔട്ട്സോഴ്സിംഗ്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റിൽ ആളുകൾ അല്ലെങ്കിൽ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് ആനിമേഷൻ വീഡിയോസ്, അതുപോലെ തന്നെ ഗ്രാഫിക് റിലേറ്റഡ് പ്രോഡക്ട്സ് എല്ലാം ഓരോ കമ്പനീസ് പർച്ചേസ് ചെയ്തിട്ട് $100, $200 പർച്ചേസ് ചെയ്തിട്ട് അവർ $1,000, $1,500 മറിച്ചു കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതിൻ്റെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള, അതായത് US ബേസ്ഡ് കമ്പനീസ് അല്ലാണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള കമ്പനീസാണ്. മെയിൽ ത്രൂ ആയിരിക്കും കോൺടാക്ട്സ്. അവർ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. അതായത് എൻ്റെ ഇപ്പോൾ ഒരു ആനിമേഷൻ വീഡിയോയോ മറ്റോ പർച്ചേസ് ചെയ്യും അവർ $150 or $200. എന്നിട്ട് അവർ ചെയ്യുന്നത് നിയർലി $1,500 മറിച്ച് US കമ്പനിക്ക് മറിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന ഒരു സർവീസിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആദ്യത്തെ വെബ്സൈറ്റ് jigbugs.com, പിന്നെയുള്ളത് SEOclerks.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ SEOclerks എന്ന് പറയുന്ന വെബ്സൈറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ ട്രാഫിക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക മുതലായ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സർവീസാണ് ഞാനിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്യുക. ഇതിൽ രജിസ്റ്റർ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ജിഗ്ബഗ്സിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന്. സാധാരണ രീതിയിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് SEOclerks എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ ഏകദേശം $5 വരുന്ന ഏതെങ്കിലും ഒരു സർവീസ് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. I will manually do 80 unique PR10 SEO backlinks എന്ന് പറയുന്ന ഒരു സർവീസ്. ഇതിൽ ഏകദേശം 138 റിവ്യൂസോളം കിട്ടി, അതായത് 200 ചില്ലാനും ഓർഡേഴ്സോളം ഇതിന് കിട്ടിയിട്ടുണ്ടാവും. നല്ലൊരു സർവീസ് തന്നെയാണ് ഈ ബാക്ക് ലിങ്കിൻ്റെ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർവീസ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജിഗ്ബഗ്സിൽ തിരിച്ചു വന്നിട്ട് ഇവിടെ സെല്ലിംഗ് എന്ന് പറയുന്ന ഈ മുകളിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ക്രിയേറ്റ് ജിഗ് കൊടുക്കുക. എന്നിട്ട് ഈ സെയിം ടെക്സ്റ്റ്, ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ സെയിം ടെക്സ്റ്റും ഇമേജസും നമ്മൾ ഒന്നില്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് ആദ്യം നിങ്ങൾ സേവ് ചെയ്തെടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജസ് കൊടുത്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിടുക. അതിനുശേഷം ഈ കൊടുത്തിരിക്കുന്നത്, ഇതിപ്പോൾ ഇമേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മറ്റൊരു സർവീസ് നിങ്ങൾക്ക് എടുത്താൽ കാണാൻ സാധിക്കും ടെക്സ്റ്റായിട്ട്. അത് ജസ്റ്റ് ഇതിനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർവീസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സർവീസ് വേണമെങ്കിലും ഇതുപോലെ എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന, ഇതിപ്പോൾ ഇമേജാണ്. അപ്പോൾ 100% മാനുവൽ വർക്കിംഗ്, മൈൻഡ് ഇറ്റ് ഓൾ SEO ബൈ റിയൽ ഹ്യൂമൻസ്. ഈ ഒരു ടെക്സ്റ്റ് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാറ്റഗറിയിൽ, സോ നമ്മളാദ്യം കാറ്റഗറി സെലക്ട് ചെയ്യുക, സോഷ്യൽ മാർക്കറ്റിംഗ്, ദെൻ റെക്കറിംഗ്, ഡൺ കൊടുക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ നമുക്കിപ്പോൾ മറ്റേ ജിഗിൽ പോയിട്ട് ഈ സെയിം ടെക്സ്റ്റ് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ഇമേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു സർവീസാണ് നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇദ്ദേഹം ഇപ്പോൾ ഇതിൽ എല്ലാം ഇമേജാണ് കൊടുക്കുന്നത്, ഇമേജസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് ടെക്സ്റ്റ് അവർ ടൈപ്പ് ചെയ്യേണ്ടി വരും ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് ടെക്സ്റ്റ് എടുത്തിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ ഇൻസ്ട്രക്ഷൻ ടു ബൈ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെയാണ്
നമുക്ക് ക്ലയൻറ്റ് എന്താണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് നമുക്ക് കൊടുക്കാം പ്ലീസ് പ്രൊവൈഡ് യുവർ വെബ്സൈറ്റ് അഡ്രസ് ടു ഗെറ്റ് ദ ബാക്ക് ലിങ്ക് എന്ന്, അല്ലെങ്കിൽ ട്രാഫിക് എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടാഗാണ്. ഇവിടെ നമുക്ക് ബാക്ക് ലിങ്ക്സ്, വെബ്സൈറ്റ് ട്രാഫിക് എന്നിങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നല്ലൊരു സർവീസാണ്. ഇദ്ദേഹം അത്യാവശ്യം നല്ല റേറ്റിംഗ് തന്നെ കിട്ടിയിട്ടുള്ള സർവീസാണ്. അപ്പോൾ ഈ ഒരു സർവീസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്ട്രാസ് നമുക്ക് ആഡ് ചെയ്യാം ഇതിൽ. അപ്പോൾ ടാഗ് ആദ്യം ആഡ് ചെയ്യുക. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഡെലിവറി ടൈം നോക്കുക, എത്ര ദിവസം കൊണ്ടാണ് ഡെലിവറി ചെയ്യുന്നത്. 3 ദിവസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു 6 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കൊടുക്കണം. കാരണം എങ്ങാനും കാരണവശാലും 1-2 ദിവസം ഡെലിവറി വൈകിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ദിവസം ഡെലിവറി നീട്ടിയിട്ട് കൊടുക്കണം. നമുക്കൊരു 6 ഡേയ്സോളം കൊടുക്കാം ഇതിൽ. അപ്പോൾ ഇവിടെ നമുക്കൊരു 6 ഡേയ്സ് കൊടുക്കാം. അതിനുശേഷം ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് നമുക്ക് ഇപ്പോൾ നേരത്തെ കണ്ട വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഇമേജിനെ അത് തന്നെ നമുക്ക് ജിഗ്ബക്സിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ ഐ ആം നോട്ട് എ റോബോട്ട്, ദെൻ സബ്മിറ്റ്. അതിനു മുമ്പ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്. ഇതിൻ്റെ ടൈറ്റിൽ മാനുവലി സെയിം ഹെഡിങ് തന്നെ, മാനുവലി 280 യൂണിക് പ്രോ 10 SEO ബാക്ക്ലിങ്ക്, ഈ സെയിം സംഭവം തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു $20 കൊടുക്കുക. അപ്പോൾ SEO ക്ലർക്സിൽ $5 വിൽക്കുന്നത്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് ജിഗ്ബക്സിൽ വന്ന് റീസെൽ ചെയ്യുന്നത് $20. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $15. അതിലൊരു 20% ജിഗ്ബക്സിൻ്റെ കമ്മീഷൻ പോവും. അത് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് മറ്റുള്ള ഏതൊരു ഔട്ട്സോഴ്സിങ് സർവീസും വർക്ക് ആവുന്നത്. ഇപ്പോൾ ഇതൊരു ചെറിയ സർവീസാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് വലിയ വലിയ പ്രോജക്ട്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആനിമേഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ $200 നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് അത് $800-900 മറിച്ച് വിൽക്കാൻ റീസെൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ആനിമേഷൻ വീഡിയോസ് തന്നെ എൻ്റെ ക്ലയൻസ്, US ബേസ്ഡ് ക്ലയൻസ് എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് $150-200. അതവർ റീസെൽ ചെയ്യുന്നത് $1,500-2,000 അത് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ലോക്കൽ ക്ലയൻസിനെ പിടിച്ചിട്ട് അവർ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യും, എന്നിട്ട് ലോക്കലായിട്ട് അവർ റീസെൽ ചെയ്യും. ഇതാണിപ്പോൾ ഔട്ട്സോഴ്സിങ്ങിൽ മെയിനായിട്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ ഫ്രീലാൻസ് ജോബ് ചെയ്യാൻ അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ പ്രോഫിറ്റ് കൂടുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു ഔട്ട്സോഴ്സിങ് സർവീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.